സ്മൈൽ എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻസും വളരെ പോസിറ്റീവ് എനർജിയും തരുന്നൊരു സാധനമാണ്. പക്ഷേ ചുരുക്കം ചില ആൾക്കാർക്ക് ചിരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചിരിക്കാനൊരു കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കാരണം എന്താണെന്നറിയാമോ? അവരുടെ പല്ലിന് ചെറിയ ചെറിയ കറക്ഷൻസ് ആയിരിക്കും വേണ്ടുള്ളൂ. അത് കറക്റ്റായി കഴിഞ്ഞാൽ നന്നായി ചിരിക്കാൻ പറ്റുന്ന കുറേ പല്ലുകളുണ്ട്. ഈ ചിരി എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്ന സാധനം നമുക്ക് പല രീതിയിൽ ചെയ്യാം. കുറേ പേർക്കൊക്കെ ഡൗട്ടുണ്ട്, എങ്ങനെയാണ് ഈ സ്മൈൽ ഡിസൈൻ ചെയ്യുക, ഇതിന് എത്ര ചിലവ് വരും, എത്ര സമയമെടുക്കും, ഇതിന് ഒരുപാട് എക്സ്പെൻസീവ് ആണോ അല്ലെങ്കിൽ ഒരുപാട് ഇൻവേസീവ് ആണോ ഈ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം എന്നുള്ളതിന് ഡൗട്ട്സ് ഉണ്ട്. ഇതിനെല്ലാം ഞാൻ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ തരാം. ഫസ്റ്റ്, സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്നത് ഒരൊറ്റ ടോപ്പിക്കല്ല, അത് കുറേ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് കൂടി ചേരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്നത്. അതിനകത്ത് ഓർത്തോ ട്രീറ്റ്മെൻറ്റ്, അതായത് ഫിക്സഡ് ആയിട്ട് മുത്തൊട്ടിച്ച് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടാകാം, ക്ലിയർ അലൈനർ ഉണ്ടാകാം, വെനീറിങ് ഉണ്ടാകാം, ഒരു സിംഗിൾ ഡേ കോമ്പോസിറ്റ് റെസ്റ്റോറേഷൻ വരെയും ഉണ്ടാകാം. ഇങ്ങനെ പല മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് കൂടി ചേർന്നാണ് നമുക്ക് ഒരാളുടെ സ്മൈൽ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്. അത് പ്യുവർലി കസ്റ്റമൈസ്ഡ് ആണ്.